ഞാനേ ഇന്റെ മോനക്കൊരു ഐഫോൺ വേണമെന്ന് കൊറേ ദിവസമായി പറയുന്നു. അപ്പൊ നമ്മളെ സമീറിന്റെ കട ഉണ്ടല്ലോ ഇവിടെ, ഓനാവുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ചേരും ചെയ്യും. എന്നിട്ടും 150 ദിർഹംസ് കടം പറയണ്ടെന്ന്. ഇനിയിപ്പോ ഒരു കുപ്പി വെള്ളം വാങ്ങാൻ വെള്ളം ഞാൻ വാങ്ങിക്കൊണ്ട 40-40 കൊല്ലായിട്ട് ദുബായ്ക്കാരനാണെങ്കിലും ദുബായ് ഇപ്പോഴും എനിക്കറിയില്ല. ഞമ്മക്ക് ഈ നാട്ടിൽ പോണതിന്റെ തലേ ദിവസം ഒരു ഒഴിവിട്ടേ ഈ സാധനം വാങ്ങാനേ. നാട്ടിന്ന് വന്നാ പിന്നെ നേരെ കിച്ചണിക്കാണ്, പിന്നെ റൂമ് കിച്ചണ് അതന്നെ. भी सुने और इनकी आंखों में दुआएं भी करें कि इंसान कैसे कैसे दर्द से सफ़र से गुजरता है। जब ये अच्छा कमाते थे, केरला में रहते थे, सऊदी को गए थे, सऊदी को जाकर 90s की बात कर रहा हूँ, उस वक्त पर इनकी सैलरी 30,000 रुपये थी। അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇതൊരു പ്രവാസിയുടെ അനുഭവമാണ്. പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണട്ടെ. നാളെ നിങ്ങൾക്ക് ഈ ഗതി വരാതിരിക്കാനാണ്. ഷംസുക്ക എന്ന പേരുള്ള ഒരാൾ. ഷംസുക്ക സൗദി അറേബ്യയിലായിരുന്നു. നല്ലൊരു കാലം നല്ലൊരു ശമ്പളത്തിൽ സൗദിയിൽ ജോലി ചെയ്യുമ്പോൾ ഭാര്യയും മക്കളും നാട്ടിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയണ്ടെന്ന് കരുതിയിട്ട് ഷംസുക്ക ഇവരെ ഗൾഫിക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു ഫ്ലാറ്റിലാക്കി. ഭാര്യ പറഞ്ഞു, ഞാനിങ്ങനെ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അത് കഴിയൂലല്ലോ, എനിക്കും കൂടി ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുന്ദരമായിട്ട് ജീവിച്ചൂടെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ വെച്ച് കുറേ സ്ഥലങ്ങളും വാങ്ങി മക്കളും സെറ്റിലാവും. ഇതൊക്കെ കരുതിയപ്പോൾ ഷംസുക്കും കരുതി ശരിയാണ്, ഭാര്യയ്ക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട്, ഭാര്യയ്ക്ക് ഒരു നല്ല ജോലി റെഡിയാക്കാം. അങ്ങനെ ഇദ്ദേഹത്തിന് പരിചയമുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് ഭാര്യക്കിനെ ഒരു ജോലിയൊക്കെ റെഡിയാക്കി. ഇയാളേക്കാൾ ഇരട്ടി ശമ്പളമുള്ള ഒരു ജോലിയാണ് ഭാര്യയ്ക്ക് കിട്ടിയത്. കാരണം ഭാര്യയ്ക്ക് ഇയാളേക്കാൾ നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ സുന്ദരമായിട്ട് കഴിയുമ്പോഴാണ് ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നീട് ആ ഭാര്യ ചെയ്തത് മക്കളെയും കൂട്ടിയിട്ട് മറ്റൊരു ഫ്ലാറ്റിലേക്ക് മാറി. ഇത് ഷംസുഖാന്റെ ലൈഫിൽ വലിയൊരു അടിയായി. അവിടെ മുതൽ അയാളെ ലൈഫ് താളം തെറ്റാൻ തുടങ്ങി. അദ്ദേഹം ഒറ്റപ്പെടാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം ഗൾഫ് ജീവിതം മതിയാക്കിയിട്ട് പിന്നീട് ബാംഗ്ലൂരായി. അങ്ങനെ ബാംഗ്ലൂരിൽ ചെറിയ ജോലിയൊക്കെ ആയിട്ട് പോയി. ആരും നോക്കാനില്ല. പ്രായമായ ആളുകളെ താമസിപ്പിക്കുന്ന ഈ വൃദ്ധസദനത്തിലായി ഇയാളുടെ ജീവിതം. അവിടെ നിന്ന് ഇദ്ദേഹം തീരെ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഇയാൾ അഡ്രസ്സൊക്കെ നോക്കിയിട്ട് ആളുകളൊക്കെ അന്വേഷിച്ചെങ്കിലും ഇയാളൊന്ന് കൂട്ടിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ ഇയാൾക്കൊരു സംരക്ഷണം കൊടുക്കാനോ അന്വേഷിച്ചെങ്കിലും അവരെ രക്തബന്ധുക്കളായ ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഉസ്താദിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. മലയാളിയായ ഒരാൾ, തൃശ്ശൂർ ഭാഗത്തുള്ള ഒരാളാണ്. ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ മയ്യത്ത് നാട്ടിലേക്ക് ഞങ്ങളുടെ ചെലവിൽ ഞങ്ങൾ അയച്ചോളാം എന്നായിരുന്നു ആ ഗ്രൂപ്പിൽ ഒരു അറിയിപ്പ് വന്നത്. അങ്ങനെ അറിയിപ്പ് വന്നിട്ട് ഒരുപാട് തവണ അന്വേഷിച്ചെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒടുവിൽ കുറച്ച് ആളുകളൊക്കെ കൂടി സന്നദ്ധ പ്രവർത്തകരൊക്കെ അന്വേഷിച്ചു. ഇയാൾ 4 പേരൊരു 10 വർഷത്തോളം താമസിച്ചിരുന്നു എന്ന് മനസ്സിലായി. അതൊരു ലോഡ്ജിലാണ്. അപ്പോൾ ഇയാളെ പാസ്പോർട്ടും രേഖകളൊക്കെ പ്രകാരം ഇയാൾ ആലുവയിൽ നിന്നാണ് പാസ്പോർട്ട് എടുത്തിട്ടുള്ളത്. പക്ഷെ അന്വേഷണത്തിൽ അവിടെ ഒരു വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ഇയാളെ യഥാർത്ഥ സ്ഥലം അവിടെ അല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ബാംഗ്ലൂരിലുള്ള അവിടുത്തെ വിശ്വാസികൾ നാട്ടിൽ നിന്ന് ആരും കാണാത്തത് കൊണ്ട് തന്നെ ഈ ഷംസുഖാനെ ബാംഗ്ലൂരിൽ ഒരു പള്ളിയിൽ ഖബറടക്കി. अब तक बहुत सारे नौजवान बहुत सारे तदफीन में जुड़े हैं, लेकिन इस मरहूम की जो दर्द भरी दास्तान है मैं चाहता हूं कि आप भी सुने और तमाम इंसानियत भी सुने और इनकी आंखों में दुआएं भी करें कि इंसान कैसे कैसे दर्द से सफ़र से गुजरता है। जब ये अच्छा कमाते थे, केरला में रहते थे, सऊदी को गए थे, सऊदी को जाकर 90s की बात कर रहा हूँ, उस वक्त पर इनकी सैलरी 30,000। سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفع. ഇതൊരു വലിയൊരു പാടാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അയാളെ ഉപേക്ഷിക്കാൻ അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവും. ഞാനിവിടെ ആരും ജഡ്ജ്മെൻ്റ് ചെയ്യല്ല. ഒരു മനുഷ്യൻ്റെ കൂടെ പ്രവാസിയാണോ, കുടുംബത്തിന് വേണ്ടി പ്രവാസിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ മെഴുകുതിരി പോലെയാണ്. ഇങ്ങനെ സ്വയം ഉരുകും, മറ്റുള്ളവർക്ക് വെളിച്ചാവും. എന്നാൽ തന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ മകൻക്ക് ഐഫോൺ വാങ്ങാൻ വേണ്ടി പെടാപ്പാട് വിടുന്ന ഒരു പ്രവാസിയുടെ വീഡിയോ ആണ്. അദ്ദേഹം എങ്ങനെയൊരു ലാഭം കിട്ടട്ടെ എന്ന് കരുതി ഒരു മലയാളിയുടെ മൊബൈൽ ഫോൺ കടയിൽ നിന്ന് ഐഫോൺ വാങ്ങിയിട്ട് വരുമ്പോൾ താമസ സ്ഥലത്തേക്ക് ആ വെയിലും കൊണ്ട് നടക്കുകയാണ് അയാൾ. ഒരു ടാക്സി വിളിക്കാൻ പോലുള്ള ശേഷിയില്ല. കാരണം ഒരു പൊറോട്ട മേക്കറാണ്. ആകെ ലീവ് കിട്ടുക ആണ്ടിലൊരിക്കൽ ദിവസമാണ്. ഈ റൂം, പൊറോട്ട മേക്കിംഗ് എന്ന ഹോട്ടൽ, ഇതല്ലാതെ ഈ മനുഷ്യർക്ക് വേറെ ലോകമില്ല. ദുബായിൽ പോലും കറക്റ്റ് കറങ്ങിയിട്ട് പോലും ഇല്ല. കുറേ വർഷങ്ങൾ ദുബായിൽ താമസിച്ച ഒരു പ്രവാസിയുടെ അനുഭവമാണ്. ലീവോ എനിക്കോ കടയെന്ന് 1 മണിക്കൂർ നേരത്തിന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. എനിക്ക് ആളെ മനസ്സിലായില്ലേ? എന്റെ നാട്ടുകാരനാ. നമ്മളടക്ക് നാസ്താക്കാൻ സുഫിയാൻ റെസ്റ്റോറന്റ് ഇല്ലേ, അവിടുത്തെ പൊറോട്ട മേക്കറാ.
ശരി. ഇത് എവിടുന്നപ്പ കൊണ്ട് വരുന്നേ? ഞാനേ എന്റെ മോനക്ക് ഒരു ഐഫോൺ വേണമെന്ന് കൊറേ ദിവസമായി പറയുന്നു. അപ്പൊ നമ്മളെ സെമീറിന്റെ കട ഉണ്ടല്ലോ ഇവിടെ, ഓനാവുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ചേരും ചെയ്യും. എന്നിട്ടും 150 ദിർഹംസ് കടം പറയേണ്ടി വന്നു. ഇനിയിപ്പോ ഒരു കുപ്പി വെള്ളം വാങ്ങാന്. വെള്ളം ഞാൻ വാങ്ങിക്കൊണ്ടാ. എന്നിട്ട് എങ്ങനെ പോണത്? വണ്ടി ഉണ്ടാ? വണ്ടിയൊന്നുമില്ല, ഞാനാണ്ട് നടക്കും. ഈ വെയിലത്തോ? 365 ദിവസം ഈ പൊറാട്ടക്കല്ലിന്റെ അടുത്ത് നിക്കണ ചൂടൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഈ വെയിലിന്. കട കണ്ടുപിടിക്കാൻ കൊറേ നടന്നേ. 10-40 കൊല്ലായിട്ട് ദുബായിക്കാരനാണെങ്കിൽ ദുബായ് ഇപ്പോഴും എനിക്കറിയില്ല. ഞമ്മക്ക് ഈ നാട്ടിൽ പോണേന്റെ തലേ ദിവസം ഒരു ഒഴിവിട്ടേ ഈ സാധനം വാങ്ങാനേ. നാട്ടിൽ നിന്ന് വന്നാ പിന്നെ നേരെ കിച്ചണിക്കാണ്. പിന്നെ റൂമ് കിച്ചണ് അതന്നെ. സംസാരിച്ചിക്കാൻ നേരല്ല. നിങ്ങളെ അടുക്ക് കടക്കൊക്കെ ഒന്ന് വരും. 10 ദിർഹംസ് ലാഭിക്കാനാണ് ആ സാധു വെയിലും കൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ ഇപ്പൊ ഈ മൊബൈൽ വാങ്ങിക്കാൻ പറഞ്ഞാൽ അറിയണ്ടോന്നാവോ? അറിയിക്കൂലോടോ. ഒരു പ്രവാസി തന്റെ കഷ്ടപ്പാട് മറ്റുള്ളവരെ അറിയിക്കൂല. പ്രവാസത്തിന്റെ നൊമ്പരം അങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയില്ല. പല പ്രവാസികളും നമ്മൾ വിചാരിക്കുന്ന ലൈഫല്ല അവരുള്ളത്. സുഖാന്റെ ബന്ധുക്കളൊക്കെ അന്വേഷിച്ചും കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് ആ മനുഷ്യനെ ബാംഗ്ലൂരിൽ ഖബറടക്കിയത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുക, ഒരു വിശ്വാസ്യത്തിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നൽകുന്ന ഒരു പാഠതുണ്ട്. ഒന്ന്, ഇങ്ങനെ ഭാര്യ മക്കളും ഉപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു ന്യായം ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണെന്നുള്ളത്. ഒരു പക്ഷെ ഒരു ന്യായവും ഉണ്ടാവില്ല. സമ്പത്തും സ്വത്തും നോക്കിയിട്ട് മാറിപ്പോണവരും ഉണ്ട്. നല്ല ജീവിതാവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പല സ്ത്രീകളും കാണാം ഒന്നിനും കൊള്ളാത്തവരായിട്ടായിരിക്കും ആ സ്ത്രീ കല്യാണം കഴിച്ചിട്ട് വരിക. ഭർത്താവ് നല്ല സ്നേഹിച്ച് നല്ല കോഴ്സൊക്കെ പഠിപ്പിച്ച് നല്ല എയർ ഹോസ്റ്റസ് ഒക്കെ ആക്കി, ഇതിൻ്റെ ഒരു ലൈഫിൽ അനുഭവം പറഞ്ഞു, എയർ ഹോസ്റ്റസ് ഒക്കെ ആക്കിയിട്ട് വലിയ സെറ്റിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരോട് പറക്കും. ഇവർക്ക് ചിറക് വെച്ചാൽ ഇവർ പറക്കും. പിന്നെ ഭർത്താവിനെ വിലഞ്ഞ, ഭർത്താവിൻ്റെ വീട്ടുകാരെ വേണ്ട, അയാളുടെ സ്റ്റാറ്റസ് വേണ്ട, അവൾക്ക് തോന്നിയ പോലെ ഓരോ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കൽ. ചോദ്യം ചെയ്താൽ പിന്നെ സ്വാതന്ത്ര്യം ഇല്ലാത്തവൻ നിഷേധിക്കലായി, ഭർത്താവ് മർദ്ദിക്കുന്ന ആളായി, ഗാർഹികപീഡനായി. പിന്നെ അവൾക്ക് സമൂഹം ആരെ കൂടെ നിൽക്കുക? സമൂഹം ഈ പെണ്ണിൻ്റെ കൂടെ നിൽക്കുള്ളൂ. കാരണം ഓള് കരഞ്ഞാൽ എല്ലാവരും ഓളുടെ കരച്ചിലിന് കൂടെ നിൽക്കും, ആളിൻ്റെ കൂടെ നിൽക്കാൻ ആളുണ്ടാവില്ല. ഇങ്ങനെ എത്രയോ ദുരനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് അവനവൻ്റെ കാര്യം നോക്കാൻ പ്രവാസികൾ തയ്യാറാവണം. ഞാൻ എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണെന്ന് അടച്ചാക്ഷേപിച്ചതൊന്നുമല്ല. ഈ പെർട്ടിക്കുലർ സംഭവം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരെയും കുറ്റപ്പെടുത്തുമൊന്നുമല്ല. പക്ഷേ ലൈഫ് എന്നുള്ളത് നമ്മൾ വിചാരിക്കണത് പോലെയോ പ്രതീക്ഷിക്കണ പോലെയോ ഒന്നും ആവില്ല. പ്രവാസികളായ ആളുകൾ നിങ്ങൾ അധ്വാനിക്കുന്ന ഒരു വിഹിതം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. എന്നേലും ഒരിക്കൽ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് വരുമ്പോൾ ഒരു വില നിങ്ങൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ആളുകൾക്ക് പണമാണ് മുഖ്യം. പണമില്ലാത്തവനോ ഒന്നിനും വേണ്ട, ഒന്നിനും കൊള്ളാത്ത ആളുകളാണ്. ഗൾഫിൽ നല്ലൊരു കാലം അധ്വാനിച്ച് നല്ലൊരു കാലം കുടുംബത്തിന് വേണ്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലിയില്ലാതെ നാട്ടിലേക്ക് വന്നു നോക്കുകയും നിങ്ങളെ കാണാൻ വരുന്ന ആളുകളുടെ എണ്ണം കുറയും. നിങ്ങളെ കുറ്റപ്പെടുത്താൻ 100 പേരുണ്ടാവും. എങ്ങനെയെങ്കിലും ഗൾഫിൽ പിടിച്ച് കരുതില്ലേ, ഇവിടെ വന്നിട്ട് നീ എന്ത് ചെയ്യണം, ആര് തിന്നാൻ തരുമെന്ന് കരുതിയിട്ടാണ്. അതുവരെ സമ്മാനങ്ങൾ കൊടുത്തോലും ഫോൺ കൊടുത്തോലും നിങ്ങൾ എത്ര സമ്മാനങ്ങൾ കൊടുത്തോ ₹1 സമ്മാനം നിങ്ങൾക്ക് തിരിച്ചു തരില്ല. നിങ്ങൾ ഗൾഫിൽ നയിച്ചുണ്ടാക്കിയിട്ട് ആർക്കൊക്കെ ഐഫോൺ മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തൊക്കെ പെർഫ്യൂംസ്, എന്തൊക്കെ വില പിടിച്ച സാധനം മേടിച്ചു കൊടുത്തു, നിങ്ങൾക്ക് ജോലിയില്ല എന്നറിഞ്ഞാൽ ഒരു സിഗരറ്റ് പോലും ഓര് നിങ്ങൾക്ക് മേടിച്ചു തരില്ല. അവർ നിങ്ങളൊരു ബാധ്യതയായിട്ട് കാണാം. അറ്റ്ലീസ്റ്റ് അത് ഭാര്യയും മക്കളും ഉമ്മമാരും അടക്കം അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഉമ്മമാരെ, ഭാര്യമാരെ, പെങ്ങന്മാരെ, നിങ്ങളുടെ വീട്ടിലൊരു പ്രവാസി ഉണ്ടെങ്കിൽ വലിയൊരു കരുതൽ അവർക്ക് ഉണ്ടാക്കുക. അവരയക്കുന്ന കാശിൽ നിന്ന് അവരറിയാതെ ഒരു തുക അവർക്കായിട്ട് നിങ്ങൾ മാറ്റിവെക്കുക. അത് നിങ്ങളുടെ നല്ലൊരു മനസ്സാണ്. എന്നേലും ഒരിക്കൽ അയാൾ ജോലിയില്ലാതെ വന്നാൽ അവരെ നിങ്ങൾ കൈവിടില്ല എന്ന് മാത്രമല്ല, ഇത് നിങ്ങൾ അയച്ച കാശിൽ നിന്ന് കുറച്ച് കാശ് ഞാൻ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ആ ഒരു പ്രവാസി അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ കാശ് നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളത് എടുക്കരുത്. അതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അയാൾ ഗൾഫിൽ നിന്ന് ആരോഗ്യം നഷ്ടപ്പെട്ട് വരുന്ന സമയത്ത് ഇത് നിങ്ങളയച്ച കാശാണ്, നിങ്ങൾക്ക് അഭിമാനത്തോടെ നിങ്ങൾക്ക് എടുക്കാം. ഇത് എൻ്റെ ഒന്നുമല്ല. ഇത് കേൾക്കുമ്പോൾ ആ മനുഷ്യനിക്ക് തോന്നും, പടച്ചോൻ ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയാൽ അതിനോളം സന്തോഷം വേറെ എന്താ ഉള്ളത്. ഇതൊക്കെ നമുക്ക് ലൈഫിൽ പലപ്പോഴും പല ഭാര്യമാരും ഇങ്ങനെ ചെയ്യുന്നതിനാണ്. ഭർത്താവിൻ്റെ കാശിൽ നിന്ന് കീശയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടാണെങ്കിലും എടുത്തു വെച്ചിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തരിക എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഭാര്യമാർ ഇങ്ങനെ ഒരു സ്വഭാവം, ഇങ്ങനെ എടുത്തു വെക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ 100-ൽ 100 മാർക്കാണ് ഞാൻ അവർക്ക് തരിക. അതൊരു വളരെ നല്ലൊരു സ്വഭാവമാണ്. അതുകൊണ്ട് പ്രവാസികളെ ഒന്ന് നിങ്ങൾ കരുതി വെക്കുക. ഭാര്യമാരോട് വരുമ്പോൾ നിങ്ങളും വേറെ കരുതി വെക്കുക. ഒരിക്കൽ പോലും അവർ ഒരു വയ്യാതായിട്ട് വരുമ്പോൾ അവരെ കൈവിടുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത്. എല്ലാവരും അങ്ങനെ ചെയ്യില്ല.
പക്ഷേ ഓരോരുത്തർക്കും ചെയ്യാൻ ഓരോ ന്യായങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തില്ല. ഏതായാലും അത്തരം ഒരു അവസ്ഥ, ഈ ഷംസുഖാന്റെ അവസ്ഥ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. നാളെ ആർക്കും വരാവുന്ന ഒരു സാഹചര്യമാണ്. ഏതെങ്കിലും പ്രവാസികളായ ആളുകൾ എനിക്ക് വയ്യമ്മ, കാലുകൊണ്ട് വയ്യ, ഞാനിങ്ങനെ നടന്ന് കാലൊക്കെ കാലിൻ്റെ മുട്ടൊക്കെ തേഞ്ഞു പോയിക്കണം, എനിക്ക് ഇനി ഞാൻ മതിയാക്കി വരാമെന്ന് പറഞ്ഞാൽ മിക്ക ഉമ്മാരും പറയും മോനെ കൊണ്ട് വരൽ തന്നെയാണ് എനിക്ക് ഇഷ്ടം, പക്ഷെ വന്നിട്ട് എന്താണ് ചെയ്യുക, എങ്ങനെയെങ്കിലും അയാൾ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി പ്രേരിപ്പിക്കുക ചെയ്യുക. ഭാര്യയും പറയുന്നത് തന്നെയാണ്, നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ബിസിനസ്സാണ് നിങ്ങൾക്ക് അറിയാം, അയാൾക്കൊരു ബിസിനസ്സും അറിയില്ല, അയാൾക്ക് കാശ് ചെലവഴിക്കാനും ഒരു കടയിലെ ജീവനക്കാരായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ പാവം. അതിപ്പോൾ എല്ലാവർക്കും ബിസിനസ്സുകാരാവാൻ കഴിയുമോ? ഒരു മെൻ്റൽ സപ്പോർട്ട് പോലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവും. പിന്നെ നമുക്ക് കേൾക്കുന്ന ഒരു വാർത്ത അവിടെ നിന്ന് അറ്റാക്കായിട്ട് മരണപ്പെട്ടു, കുളിമുറിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാവും. അങ്ങനെയൊന്നും നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ കുടുംബക്കാരിൽ നിന്നൊക്കെ നമ്മളാൽ ഉപേക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ സ്വഭാവം പോലെയാണത്. നമ്മൾ നല്ല സ്വഭാവമാണെങ്കിൽ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും, ഭാര്യ മക്കളൊക്കെ ഉണ്ടാവും. ഒരു മനുഷ്യന്മാരുടെ സ്വഭാവമല്ല നമുക്ക് കാണിക്കണതെങ്കിലാണ് എല്ലാവരും ഇട്ടെറിഞ്ഞു പോവുക. മിക്കതും അങ്ങനെയാണ്. ഏതായാലും എല്ലാ കൂട്ടവും കുടുംബമൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാനുള്ള സാഹചര്യം ഉണ്ടാവണം. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മളൊരു ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. കോഴിക്കോടുള്ള ഉള്ളേരിയിലുള്ള അസ്മാബി എന്ന് പേരുള്ള ഒരു 45 വയസ്സുള്ള ഉമ്മ, ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. കഴിഞ്ഞ ശനിയാഴ്ച തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ചോറ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് തുണി അലക്കാൻ വാർപ്പിൻ്റെ മീതിട്ടിരുന്നു. അത് എടുത്തിട്ട് കോണി ഇറങ്ങി വരുമ്പോൾ കോണിക്ക് കൈവരി ഉണ്ടാകുന്നില്ല. പെട്ടെന്ന് ഇവർ വഴുതി വീണു. നല്ല ശ്രദ്ധിക്കാം, മഴക്കാലമാണ്. നമ്മൾ ഡ്രസ്സ് അലക്കിയത് വാർപ്പിൻ്റെ മീതെ കൊണ്ടിടുമ്പോൾ നമ്മൾ നടക്കുമ്പോഴും ബക്കറ്റിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞിട്ടും ഈ ഒരു കോണിപ്പടിമേ സ്റ്റെയർ കേസുമേലൊക്കെ വെള്ളം നനവുണ്ടാവും. ഇവരത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് കണ്ട് വഴുതി വീണ് ഇവർ ബോധം കെട്ട്. 1 മണിക്കൂറാണ് ഇവരവിടെ ബോധം കെട്ട് കിടന്ന്, ആരും അറിഞ്ഞില്ല. പിന്നീട് 1 മണിക്കൂർ കഴിഞ്ഞ് ബോധം വന്നതിന് ശേഷമാണ് ഇവർ നിലവിളിച്ച ആളെ കൂട്ടിയിട്ട് ഇവർ ഹോസ്പിറ്റലിലേക്ക് ഇവരെ കൊണ്ടുപോയത്. ഇന്നലെ ഇവർ മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് കേട്ടത്. അള്ളാഹു ആ ഉമ്മാക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളിൽ പങ്കുവെക്കണം. നമ്മൾ പ്രത്യേകം ദുആ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നലെ ചോദിച്ചിരുന്നു, ഒരു പള്ളിയുടെ ചിത്രം കാണിച്ചിട്ട് ഏതാണ് പള്ളി? ഒരാൾ മാത്രമാണ് തെറ്റി ഉത്തരം എഴുതിയത്, ചേരമാൻ പെരുമാൾ പള്ളി എന്ന് എഴുതി. അതല്ല ശരിയായ ഉത്തരം, ഭീമാ പള്ളി എന്നാണ്. തിരുവനന്തപുരത്തെ ഭീമാ പള്ളി ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും സന്ദർശിച്ച പള്ളിയായിരിക്കും. ഞാനും 1-2 തവണ അവിടെ പോയിട്ടുണ്ട്. നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മതപണ്ഡിതനാണ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത്. ഈ ഒരു മതപണ്ഡിതൻ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന വലിയ ഒരു മതപണ്ഡിതനാണ്. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.